ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ ജാമ്യത്തിനെതിരെ അപ്പീൽ വേണ്ടെന്ന നിലപാടിൽ SIT. ഗൂഢാലോചനയും പണമിടപാടും തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. തെളിവ് ശേഖരിക്കാൻ തന്ത്രി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തന്ത്രിയുടെ 26 വർഷം മുൻപുള്ള പണമിടപാട് പരിശോധിച്ചെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഹരി, ഈ ജാമ്യ ഉത്തരവിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ അടക്കമില്ല എന്നുള്ളതടക്കം ചൂണ്ടിക്കാട്ടി ഒരു അപ്പീൽ നൽകാൻ SIT ആലോചിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യമാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും ഈ തന്ത്രിയുടെ കാര്യത്തിൽ അതിവേഗത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ തന്ത്രിയുടെ പിറകെ തന്നെ കൂടുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്താതിരിക്കാൻ കൂടിയാണോ അപ്പീലിന് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് SIT എത്തിയത്? ആ തീരുമാനത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ്? റോഷ്നി, ആ തീരുമാനത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഹൈക്കോടതിയിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ അത് പരിഗണിക്കുക സിംഗിൾ ബെഞ്ചായിരിക്കും. നേരത്തെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് ലഭിച്ചതുപോലെ ഒരു കരുണ എന്തായാലും സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഒരു അപ്പീലിൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ കൂടുതൽ തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത തിരിച്ചടിയായിരിക്കും. മാത്രമല്ല രൂക്ഷമായ വിമർശനവും ഉണ്ടാകും. കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ SITക്കെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളെക്കാൾ SITക്കെതിരെ നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങളെക്കാൾ ഒക്കെ തന്നെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കടുത്ത തിരിച്ചടിയായിരിക്കും എന്നുള്ള കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തൽക്കാലം ഒരു അപ്പീൽ വേണ്ടതില്ല, ജാമ്യത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. അതായത് തന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച്, പങ്കാളിത്തത്തെക്കുറിച്ച് ഇതുവരെ SIT കണ്ടെത്തിയിട്ടുള്ളതെല്ലാം സാക്ഷിമൊഴികളാണ്. അതിനപ്പുറത്തേക്ക് തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ബോധ്യം SITക്ക് തന്നെയുണ്ട്. കാരണം കൊല്ലം വിജിലൻസ് കോടതിക്ക് മുമ്പാകെ മറുപടി സത്യവാങ്മൂലം, ഈ ജാമ്യാപേക്ഷയ്ക്ക് മറുപടി സത്യവാങ്മൂലം നൽകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ SIT ചൂണ്ടിക്കാണിച്ചിരുന്നത് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ദീർഘകാലമായി ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ ബന്ധം ദീർഘകാലമായി നിലനിന്നു പോരുകയാണ്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, താഴ്മൺ കുടുംബവുമായുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്പോൺസർമാരിൽ ഒരാളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് SIT ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കോടതി ഇതിൽ കൃത്യമായി പറയുന്നത് 2003 വരെ മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നത്. അതായത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. 2005 മുതൽക്കാണ് ഇങ്ങോട്ട് തന്ത്രി അതായത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും രണ്ട് കാലഘട്ടങ്ങളിൽ, രണ്ട് കാലയളവുകളിലാണ് അവിടെ ജോലി ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിന് ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഒക്കെ തന്നെ അവർ എഴുതി കൊടുത്ത വിവരങ്ങളടക്കം തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. മാത്രമല്ല സാമ്പത്തിക വശം പരിശോധിച്ചപ്പോൾ SIT കോടതിക്ക് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സന്നിധാനത്ത് നിന്ന് ഒരു മണ്ഡല കാലയളവിൽ ലഭിക്കുന്നത് ഇത്ര ലക്ഷം രൂപയാണ്. അപ്പോൾ തന്ത്രിക്ക് സ്വാഭാവികമായിട്ടും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ലഭിച്ച ലാഭമാണെന്നോ അവിടെ നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും നിലയിലുള്ള നേട്ടമാണെന്നോ പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നുമില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇത്തരത്തിൽ പല രീതിയിൽ തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കോടതിയുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. SITക്കാകട്ടെ ഇത് കൃത്യമായി ഹാജരാക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അപ്പീലുമായി പോയി കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകളില്ലാത്ത പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഒരു തിരിച്ചടി കൂടി ലഭിക്കും. അതോടുകൂടി SIT മാത്രമല്ല സംസ്ഥാന സർക്കാർ കൂടി പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്ത്രിയുടെ പങ്കാളിത്തം കൃത്യമായി ടവർ ലൊക്കേഷനും മൊബൈൽ ഫോൺ വിവരങ്ങളും അടക്കം ശേഖരിച്ചുകൊണ്ട് കൂടുതലായി രേഖപ്പെടുത്തി അത് കുറ്റപത്രത്തിലേക്ക് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ SIT ഉദ്ദേശിക്കുന്നത്. റോഷ്നി, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.